കേരളത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്മുടെ ആലപ്പുഴ ഹൗസ് ബോട്ട്. കായലിൻ്റെ നാടായ ആലപ്പുഴയിൽ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് കേട്ടോ. നല്ല സർവീസ് നടത്തുന്ന കുറേ കമ്പനികളുണ്ട് കേട്ടോ ഇവിടെ. ഇതിനിടയിൽ നിന്ന് നല്ലൊരു ഹൗസ് ബോട്ട് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹായ്, ഇന്നൊരു വ്യത്യസ്ത യാത്രയിലാണ്. ആലപ്പുഴ ഹൗസ് ബോട്ടിന് വന്നിരിക്കുകയാണ്. നമ്മുടെ വേമ്പനാട്ട് കായൽ, അതായത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിൽ ഒരു ബോട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ബോട്ടിങ്ങിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതൊക്കെ ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിശേഷങ്ങളുമെല്ലാം വഴിയെ കാണാം. ഓക്കെ, നമ്മൾ നമ്മുടെ ബോട്ടിനകത്ത് കയറി. ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് ചെരുപ്പൊക്കെ ഊരണം കേട്ടോ. ഇവിടെയൊക്കെ നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. കാർപ്പറ്റ് കാര്യങ്ങൾ, ഇവിടെ സീറ്റിംഗ് ഏരിയ, ഇവിടെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട്, ഡൈനിങ് സ്പേസ് ഒക്കെ, TV. ചെറിയൊരു പണി കിട്ടിട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതാണ് ഞങ്ങളുടെ ഹൗസ് ബോട്ട് എന്നാണ്. പക്ഷേ ഇതിൽ കൂടെ കടന്ന് എൻട്രി ചെയ്തിട്ട് അടുത്തൊരു ബോട്ടിലേക്ക് കയറുകയാണ് ഉണ്ടായത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഹൗസ് ബോട്ടായിരുന്നത്. നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് ബോട്ട്സ് ആൻഡ് ബെഡ്സ് എന്ന ഒരു കമ്പനിയുടെ പ്രീമിയം ബോട്ടാണ് കേട്ടോ. അവരുടെ കോൺടാക്റ്റ് നമ്പറും വെബ്സൈറ്റും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ ആകർഷണീയമായ ഈ ബോട്ടിൻ്റെ പേര് ഇന്ദ്രപ്രസ്ഥം എന്നാണ്. ഈ ബോട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ലോബിയിലാണ് നമ്മുടെ ഡ്രൈവർ ഇരിക്കുക കേട്ടോ. ഇവിടെ തന്നെ ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാനും TV കാണാനും ഒക്കെയുള്ള സൗകര്യമുണ്ട് കേട്ടോ. ലോബിയിൽ നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ 3 അടിപൊളി ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഉള്ളത്. ഈ ബെഡ്റൂമിൽ നമുക്ക് ഒരു കബോർഡ്, കണ്ണാടി, പിന്നെ ഡ്രസ്സിങ് ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തെ ബാത്റൂമൊക്കെ നല്ല നീറ്റാണ് കേട്ടോ, വളരെ ക്ലീൻ ആയിട്ടാണ് ഉള്ളത്. ഹൗസ് ബോട്ടിൻ്റെ ഏറ്റവും ബാക്കിലായിട്ടാണ് കിച്ചണൊക്കെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ അപ്സ്റ്റെയറിലാണ് കേട്ടോ നമുക്ക് ഡൈനിങ് ഏരിയ ഒക്കെ വരുന്നത്. ഒരു 10 പേർക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഇരിക്കുകയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാവുന്ന എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ഈ ബോട്ടിൽ കയറി കഴിയുമ്പോൾ തന്നെ അവർ നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കൊണ്ടുവന്ന് തരും കേട്ടോ. നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബോട്ട് കെട്ടഴിച്ച് വിടുകയാണ്. മറ്റേ ഇവിടെ കെട്ടി നിർത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് ഡ്രൈവർ ഇതാ കയറിയിട്ടുണ്ട്. വണ്ടി എടുക്കാൻ പോവാണ്. നമ്മുടെ ഇൻറ്റീരിയറൊക്കെ നന്നായിട്ടുണ്ട് അല്ലേ, നല്ല ലൈറ്റിങ് കാര്യങ്ങളും, പഴയ കാലത്തെ കമ്പ്രാന്തൽ. നമ്മളെ കൂടാതെ ഈ ബോട്ടിൽ 2 ജീവനക്കാരാണ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ ഈ ബോട്ടിൻ്റെ പേര് ഇന്ദ്രപ്രസ്ഥം. ഒരാൾ ഡ്രൈവറും പിന്നെ ഒരാൾ നമുക്ക് കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ കൊണ്ട് തരുന്ന ആളാണ്. ആലപ്പുഴ ബാക്ക് വാട്ടറിൻ്റെ കിടിലൻ കാഴ്ചകളാണ് കേട്ടോ നമ്മളിനി കാണാൻ പോണത്. നമ്മുടെ ബസ് സ്റ്റോപ്പ് പോലെയാണ് ഇവിടെ. സകല സ്ഥലത്തും ഇങ്ങനെ ബോട്ട് ജെട്ടികൾ കാണാം. ഇവിടെ ഉള്ളവർക്ക് യാത്ര ചെയ്യാനായിട്ട് ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ബോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ബോട്ടുകളിൽ ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ഐസ്ക്രീം, അങ്ങനെ പല സാധനങ്ങളും വിൽപ്പനയ്ക്കായിട്ട് ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ ബോട്ടിനോട് അടുപ്പിച്ച് നമുക്ക് അവർ വേണ്ടതെല്ലാം തരും കേട്ടോ. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കൈനഗിരി കുപ്പപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടെയാണ്. കായലിൻ്റെ ഈ വിസ്താരമേറിയ ഈ ഭാഗത്തെ പറയുന്ന പേരാണ് വട്ടക്കായൽ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഡ്രോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് പറത്താമെന്ന് വിചാരിച്ച് നമ്മൾ ഉയർത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഈ ഭാഗത്ത് ഡ്രോണ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര കാറ്റാണ്. നമ്മൾ വിചാരിച്ച പോലെ ഈ ഡ്രോൺ നമ്മളുടെ കൺട്രോളിൽ വരില്ല. അപ്പോൾ നമ്മൾ ഈ ഇതിലെ ബോട്ടിലെ ജീവനക്കാരോടൊന്നും അഭിപ്രായമൊന്നും ചോദിക്കാതെയാണ് നമ്മളിത് ചെയ്തത്. അത് കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി.
ഡ്രോൺ നമ്മുടെ കൺട്രോളിൽ നിന്ന് പരിധി വിട്ട് ഇങ്ങനെ വെറുതെ പറന്ന് നടക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കണക്കിനാണ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് തിരികെ കൊണ്ടുവന്നത്. അപ്പോൾ ആരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത് കേട്ടോ. ഇവിടുത്തെ ആളുകളുടെ ജീവിത രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. ഇതിലൂടെ ഈ കായലിലൂടെ ബോട്ടിലാണ് വീടുകളിലേക്കുള്ള പലചരക്ക് സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഓരോ വീടുകളിലേക്കും എത്തിക്കുന്നത്. പിന്നെ ഈ ഭാഗങ്ങളിലെ കാഴ്ച കണ്ടു, 2 സൈഡും നിറച്ച് കൃഷിയിടങ്ങളാണ്, നെൽകൃഷി. നടുക്ക് ഇങ്ങനെ ഒരു കനാല് പോലെ ഈ കായൽ പോകുന്നുണ്ട്. ഇവിടുത്തെ ആ ഒരു പ്രകൃതിയുടെ ഭംഗി നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല കേട്ടോ. അത്രയും മനോഹരമാണ്. നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വ്യാപ്തി എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഈ ആലപ്പുഴ ജില്ലയിൽ 70% വെള്ളവും പിന്നെ 10% നമ്മുടെ ഈ കൃഷിയിടങ്ങളും പിന്നെ വരുന്ന ബാക്കി 20% ഇവിടെ ജനജീവിതമുള്ള സ്ഥലമായിട്ട് വരുന്നത്. ഈ മേഖലയിൽ വസിക്കുന്നവരെല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ ബോട്ടുകളിലാണ് കേട്ടോ എല്ലാ സ്ഥലത്തേക്കും യാത്ര. ഇവിടെ പിന്നെ വേറൊരു കാര്യം പ്രത്യേക ശ്രദ്ധയിൽ പെട്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ കായലിലെ വെള്ളം ഉയർന്നു നിൽക്കുമ്പോഴും തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഈ കൃഷിയിടങ്ങളിലൊന്നും വെള്ളം ഉയർന്നിട്ടില്ല. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നി കേട്ടോ. അതിവിടുത്തെ മണ്ണിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനെ അപ്പുറത്ത് വെള്ളം ഉയരാത്തത്. ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ ആണെന്നിങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുഴി കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വെള്ളം നിൽക്കുന്ന ലെവലിൽ ഈ കുഴിയിൽ നമുക്ക് വെള്ളം കാണാനായിട്ട് സാധിക്കും. ഇത് ഇവിടുത്തെ ഒരു മാത്രമായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. നമ്മുടെ ബോട്ട് അപ്പോൾ ഇവിടെ കരക്കടുപ്പിച്ച് കെട്ടിയിരിക്കുകയാണ്. ലഞ്ചിന് ടൈമായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഒരു ലഞ്ച് ഒക്കെ കഴിക്കാൻ. നമ്മുടെ ആലപ്പുഴയിലെ സ്പെഷ്യൽ ഐറ്റമായ കരിമീൻ ഫ്രൈ ആണ് കേട്ടോ ഇതിവിടുത്തെ ഇന്നത്തെ ഫുഡിലെ അട്രാക്ഷൻ. അതുകൂടാതെ ചിക്കൻ കറി, സാലഡ്, സാമ്പാർ, മുട്ടക്രൂസ് തോരൻ, അങ്ങനെ കുറേ ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മുടെ ഈ കായലിൻ്റെ ഇരുകരയിലും വസിക്കുന്ന ആൾക്കാരൊക്കെ പാത്രം കഴുകുന്നത്, കുളിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വെള്ളത്തിലാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ടൂറിസ്റ്റുകളായ നമ്മൾ വേസ്റ്റുകൾ കാര്യങ്ങളൊന്നും ഈ വെള്ളത്തിൽ ഉപേക്ഷിക്കരുത്. കേരളത്തിലെ ഏറ്റവും വലിയ കായലും അതുപോലെ തന്നെ 4 ജില്ലകളെ കണക്ട് ചെയ്യുന്നതുമായ ഒരു കായലാണ് നമ്മുടെ ഈ വേമ്പനാട്ട് കായൽ. ഇവിടെ വേറെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയാനായിട്ട് സ്പീഡ് ബോട്ട് റേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തൊക്കെ ഈ സ്പീഡ് ബോട്ട് ഓടിക്കുന്ന ആൾക്കാർ ബോട്ടായിട്ട് വരും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ചെറിയ ബോട്ടുകളിൽ വീതി കുറഞ്ഞ കനാലുകൾക്കിടയിലൂടെയുള്ള ആലപ്പുഴയുടെ കാഴ്ചകൾ കാണാനുള്ള യാത്രയും ഉണ്ട്. ഇപ്പോൾ ഈ ബോട്ട് ഇവിടെ കരയ്ക്കടുപ്പിച്ചിരിക്കുകയാണ്. അത് ഒരു ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്താണ് അടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ അടിപൊളിയായിട്ട് അവർ കുക്ക് ചെയ്ത് തരും. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇവിടെ കമ്പാരിറ്റീവ്ലി റേറ്റ് വളരെ കൂടുതലാണ് കേട്ടോ. ഇവിടെ ഫിഷ് കൂടാതെ കരിക്ക്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പിന്നെ അതുപോലെ സ്നാക്സ് അതൊക്കെ നമുക്കിവിടെ കിട്ടും. ഒരു കരിക്കിൻ്റെ വില കേട്ടാൽ ഞെട്ടു കേട്ടോ, 70 രൂപ. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടെ നിന്ന് 12 ബെഡ്റൂമുള്ള ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഹൗസ് ബോട്ടാണ് ഈ പോണത് കേട്ടോ. എന്ത് വലിയ ബോട്ടല്ലേ, ഇത്ര വലിയ ബോട്ട് കാണാൻ പറ്റിയത് എന്തായാലും നന്നായി. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്ക് അടിപൊളി ചെത്തുകൾ ഇതിലെ ജീവനക്കാരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്കൊന്ന് ബോട്ട് ഓടിക്കാം. തിരിച്ചു തിരിച്ചോ, ലെഫ്റ്റിലേക്ക് തിരിച്ചോ.
കണ്ടോ സ്വന്തമായി ബോട്ട് അടിക്കുന്ന യുവതിയെ കണ്ട ആദ്യമായിട്ട് ബോട്ടിന്റെ സ്റ്റിയറിംഗ് പിടിച്ച യുവതിയല്ല ലേഡി. അങ്ങനെ കാലത്ത് തുടങ്ങിയ നമ്മുടെ ബോട്ട് യാത്ര ഹോൾട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ നൈറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ട്. ഇവിടെയാണ് നൈറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോട്ട് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പുറത്തിറങ്ങി ഇവിടെ അടുത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ മൈ ബോസ് സിനിമ ഷൂട്ടിംഗ് നടന്ന ഒരു ലൊക്കേഷനാണ് അടുത്ത് നമ്മൾ കാണാൻ പോണത് കേട്ടോ. ഇവിടെ ഒരു 5:30-ക്ക് ശേഷം ഈ വലിയ ബോട്ടുകളൊന്നും സർവീസ് നടത്തില്ല കേട്ടോ. 5:30 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻപിടുത്തക്കാർ വല വിരിക്കുന്ന ഒരു പരിപാടിയൊക്കെ തുടങ്ങുകയായി. പിന്നെ ഈ ബോട്ടുകൾ പിറ്റേ ദിവസം ഒരു 8:30 മണിയോടുകൂടി മാത്രമേ മീൻപിടുത്തക്കാരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളത്തിലേക്ക് ഇറക്കുള്ളൂ. അത് തെറ്റിച്ച് യാത്രയ്ക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീൻപിടുത്തക്കാരുടെ വല കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും നാശനഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കേണ്ടി വരും. കണ്ടോ, നമ്മൾ ഈ നിൽക്കുന്ന പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒരു വലിയ ബോട്ട് കടന്നു പോകുന്നത് കണ്ടോ? അടിപൊളി കാഴ്ച അല്ലേ? ഇരുകരകളിലും മസാജ് സെൻ്ററുകളൊക്കെ ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്കപ്പം അവിടെ പോവാം. കറക്റ്റ് സ്പോട്ടാണ്. ഈ സ്പോട്ടിലാണ് നമ്മുടെ മൈ ബോസ് സിനിമയിൽ മമത മോഹൻദാസും പിന്നെ ദിലീപും വന്നിറങ്ങി. ഈ ഒരു പാലം കണ്ടു. ഈ പാലത്തുമ്മ കൂടെ ഇങ്ങോട്ട് കടക്കുമ്പോഴാണ് മമത താഴേക്ക് വീഴുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട്. ആ ഒരു ലൊക്കേഷനാണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളിയല്ലേ നമ്മുടെ ഈ ആലപ്പുഴയും കൈനഗിരി പ്രദേശങ്ങളും എല്ലാം. രാത്രിയിലെ കാഴ്ചയൊക്കെ അടിപൊളി കേട്ടോ. പിന്നെ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അടിപൊളി മീൻ വറുത്തത്, അങ്ങനെ കുറേ ഡിഷസൊക്കെ ആയിട്ട് ചപ്പാത്തി, ചോറ്, ചിക്കൻ കറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഡിന്നറിന് ശേഷം ഒരു രാത്രി ഫുള്ളും ഈ ബോട്ടിൽ തന്നെ വിശ്രമിച്ച് രാവിലെ പുറത്തിറങ്ങുമ്പോൾ കാണുന്ന ഒരു പ്രഭാത കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ ബോട്ടിലെ അനുഭവങ്ങൾ, ഈ യാത്ര അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് സൂര്യോദയത്തിൻ്റെ അടിപൊളി കാഴ്ചകളും പിന്നെ മീൻപിടുത്തക്കാർ അവരുടെ വല വലിച്ചെടുക്കുന്ന കാഴ്ചകളും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാക്കേജ് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് മുൻകൂട്ടി ബന്ധപ്പെടേണ്ട നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്